കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാകുന്നു. പാർട്ടി ഔദ്യോഗികമായി പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും വൈകാതെ വിശദീകരണവുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഇടത് കേന്ദ്രങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ കൂടോത്ര വിവാദം ആയുധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, കൂടോത്ര വിവാദം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഉണ്ടാക്കിയ ചർച്ചകൾ എങ്ങനെയാണ്? ഒപ്പം പടലപ്പിണക്കം രൂക്ഷമാക്കുമോ ഈ വിവാദം? ഭാരതയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും സംസ്ഥാനത്തുണ്ടായ വലിയ മുന്നേറ്റം, അതിന്റെ ആവേശത്തിലായിരുന്നു, ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതിനിടയിലാണ് KPCC അധ്യക്ഷനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരായി കൂടോത്രം ചെയ്തു എന്ന വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയം അപ്പാടെ കലങ്ങിമറിയുകയാണ്. പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല എങ്കിലും സജീവമായ ചർച്ചകളാണ് രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് KPCC അധ്യക്ഷനെതിരെ അത്തരമൊരു നീക്കം നടത്തിയത്? അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ചകൾ കടന്നിരിക്കുന്നത്. അതാരാണ് അദ്ദേഹത്തിന്റെ കണ്ണൂരിലുള്ള വസതിയിൽ അതുകൊണ്ട് വെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ചകൾ രഹസ്യമായി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കും ഈ അധിക നാൾ മൗനം തുടരാനാവില്ല. കൃത്യമായി അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യം വരും. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഇന്ന് കാസർഗോഡ് മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ശബ്ദം വ്യക്തമായി ഈ വീഡിയോ ദൃശ്യങ്ങളിലടക്കം ഉള്ളതിനാൽ എന്താണ് ഉണ്ടായത് എന്ന കാര്യം അവിടെ അങ്ങനെ ഒരു ആചാര്യൻ എത്താൻ ഇടയായ സാഹചര്യമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹം പരുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു തരത്തിലുള്ള മറ്റ് പ്രതികരണങ്ങൾക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായുമില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് മറുപടി പറയാമെന്ന നിലപാടിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഒരു ദിവസത്തിലധികം ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കാനൊന്നും ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെ സഭയ്ക്കകത്തും പുറത്തും BJPയും അതോടൊപ്പം തന്നെ LDF-ഉം ഇത് വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, സ്വാഭാവികമായി അതിൽ പാർട്ടിക്ക് വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പാർവതി, ഞാനൊപ്പം അന്വേഷണം ആവശ്യപ്പെടാനുള്ള നീക്കത്തിലേക്ക് കെ സുധാകരൻ എത്താൻ സാധ്യതയുണ്ടോ? അത്തരം നീക്കങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ അദ്ദേഹം KPCC അധ്യക്ഷനായി തുടരുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു നീക്കം, അതിൽ പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് നയിക്കും. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ അത് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കും. 2 വർഷം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയാകുന്നത്. അതിനിടയിൽ ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് ബോധപൂർവം പാർട്ടിയെ കൊണ്ടുചെന്നിടാൻ കെ സുധാകരൻ തയ്യാറാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തെളിഞ്ഞു വരുന്നത്. കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാകുന്നു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ.